എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടക്കത്തിൽ ബാലചന്ദ്രൻ അലീനെ സ്റ്റാൻഡിലടുത്താക്കി തിരിച്ചു മടങ്ങി വരികയാണ്. അതേസമയം തന്നെ മനുശങ്കറും ബാലനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ബാലൻ മനുവിനോടെ പറയുന്നു, അലീനയ്ക്ക് അറിയാം അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഇനി എങ്ങനെ നേരിടണമെന്ന്. സ്റ്റാൻലിയും കുറച്ച് കാര്യങ്ങളൊക്കെ അലീനിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇത് മനു ശരിവെക്കുന്നുണ്ട്. കമാൻഡർ ഇൻ ചീഫ് അയാൾ പടിപടിയായി ഇറങ്ങി താഴെ വരും. അലീന അതൊക്കെയും പഠിപ്പിച്ചോളൂ എന്നാണ് ബാലൻ പറയുന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന മനുശങ്കർ അലീനയെ അവിടെ വിട്ടിട്ട് പോകുമ്പോൾ അങ്കിളിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെന്ന് ചോദിക്കുന്നു. മറുപടിയെ ബാലൻ എൻ്റെ ഊന്നുവടിയാണ് നഷ്ടപ്പെട്ടതെന്നാണ് മനുവിനോട് പറയുന്നത്. അവള് കടപ്പാട്ടൂരുണ്ടായിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിന് തന്നെ ഒരു ഭംഗിയുണ്ടായിരുന്നു. അവളായിരുന്നു എൻ്റെ ബലം, എൻ്റെ ആയുധം. തിരിച്ച് വീട്ടിലേക്ക് പോലും വരാൻ തോന്നുന്നില്ലെന്നാ ബാലൻ പറയുന്നത്. ഇത് കേൾക്കുന്ന മനുശങ്കർ ശരിവെക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ അങ്കിളുടെ വീട്ടിലല്ലേ, ഒരാളെ പോയിട്ടുണ്ടെങ്കിൽ കൂടി വീടൊഴിഞ്ഞ അവസ്ഥയാണ്. ഞാനെന്തായാലും ഇന്ന് വീട്ടിലേക്ക് വരുന്നില്ല, ഏതെങ്കിലും ഹോട്ടലിൽ ഒരു റൂം എടുത്ത് താമസിക്കാൻ പോവുകയാണെന്നും ബാലൻ അറിയിക്കുന്നു. അലീനെ പുതിയൊരിടത്ത് ഇങ്ങനെ തനിയെ വിട്ടിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. ചുറ്റും ആളുകളൊക്കെയുണ്ട്, അതൊക്കെ ശരിയാണ്. എന്നിരുന്നാലും മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ അടക്കി വെച്ചിരിക്കുക. എന്തായാലും അവളെ രാത്രിയിലൊന്ന് വിളിച്ച് ആശ്വസിപ്പിക്കണം. ഞാൻ എന്തായാലും നാളെ തിരിച്ചു വരത്തുള്ളെന്ന് മനുവിനെ അറിയിക്കുന്നു. മനു ആകട്ടെ താൻ ഇടയ്ക്ക് വിളിച്ചോളാമെന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യുന്നു. ഇതേ സമയം തന്നെ വൈജി ആകട്ടെ ബാലചന്ദ്രൻ ഇല്ലാത്ത സമയം നോക്കി അയാളുടെ മുറിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത് കാണുന്ന രോഹിത് ചോദ്യം ചെയ്യുന്നുണ്ട്, അമ്മ എന്താ അച്ഛനില്ലാത്ത സമയത്ത് അച്ഛൻ്റെ പെർമിഷൻ പോലും ഇല്ലാതെ ഈ മുറിയിലേക്ക് കയറിയിരിക്കുന്നത്? ഇതൊരുമാതിരി കളത്തരം ചെയ്യുന്ന പോലെയല്ലേ? ഇത് കേൾക്കുന്ന വൈജ അതിനെ എതിർക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ അച്ഛൻ ചെയ്യുന്ന കളത്തരത്തെ പറ്റി നിങ്ങൾക്കൊന്നും ചോദ്യം ചെയ്യണ്ടല്ലോ, ഞാൻ ചെയ്യുന്നത് മാത്രം കുറ്റം. ഈ ബഹളം കേട്ടുകൊണ്ടാണ് മനുശങ്കറും അങ്ങോട്ടേക്ക് വരുന്നത്. മനുവിനോടായിട്ട് രോഹിത് നടന്ന കാര്യങ്ങൾ ഓരോന്നേ പറയുന്നു. ഞാൻ നോക്കുമ്പോൾ അമ്മ ആരും കാണാതെ പമ്മി വന്ന് ഈ റൂമിൽ കയറി അച്ഛൻ്റെ ലാപ്ടോപ്പും മറ്റും നോക്കുന്നു. ഒരുമാതിരി കളത്തരം കാണിക്കുന്ന കണക്ക്. ഇത് കേൾക്കുന്ന വൈജ രോഹിത്തിന്റെ നേർക്ക് തട്ടിക്കയറുന്നു. അവിടെ നിന്ന് വൈജ നേരെ ബാലന്റെ ലാപ്ടോപ്പ് എടുത്ത് രോഹിത്തിന്റെ മുമ്പിലേക്ക് വന്നതെന്ന് ഇങ്ങനെ പറയുന്നു, ഇതിനു വേണ്ടി മാത്രമാ ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. ആ മറ്റവക്ക് എന്തൊക്കെ വാരിക്കോരി കൊടുത്തെന്ന് എനിക്കറിയണമായിരുന്നു. ഊരും പേരുമില്ലാത്ത ഏതോ ഒരുതിക്ക് വേണ്ടി എന്തിനാ നിന്റെ അച്ഛൻ ഇത്രയും പണം ചെലവാക്കിയതെന്നാണ് വൈജ ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന മനു വൈജയോടെ ചോദിക്കുന്നു, ഇത് കണ്ടെത്താനുള്ള തെളിവ് ശേഖരണമായിരുന്നു ഇവിടെ നടന്നത്. എന്തൊക്കെയായാലും വളരെ ചീപ്പായി പോയെന്ന് തന്നെ മനു പറയുന്നു. ഇത് കേൾക്കുന്ന വൈജ ദേഷ്യത്തോടെ മനുവിനോടും തട്ടിക്കയറുന്നു. നിന്റെ അഭിപ്രായം ഇവിടെ ആര് ചോദിച്ചു? ഞാൻ എൻ്റെ മക്കളോടാണ് ചോദിച്ചതെന്ന് പറഞ്ഞ് ബാലിന്റെ ലാപ്ടോപ്പും എടുത്ത് താഴേക്ക് പോകുന്നു. അതേസമയം സ്റ്റാൻലിയുടെ വീട്ടിലാകട്ടെ അലീനയെ ആൻഡവൻ വീടും പരിസരവും ചുറ്റിക്കാണിക്കുകയാണ്. അവിടെയുള്ള മുറികളിലൊക്കെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോന്ന് അലീന ചോദിക്കുമ്പോൾ ആരാണുള്ളത്, ആരും തന്നെ ഇല്ലെന്നാണ് ആൻഡപ്പൻ പറയുന്നത്. ആർക്കും വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും വലിയ വീടൊക്കെ പൈസ മുടക്കി കെട്ടിയിട്ടിരിക്കുന്നത്? അതൊക്കെ വെറും പണം നഷ്ടമല്ലേ എന്നാണ് അലീന ചോദിക്കുന്നത്. കുറെ കാലം കഴിയുമ്പോൾ ഇതൊക്കെ ഇടിച്ചു നിരത്തി മറ്റാരെങ്കിലും ആയിരിക്കില്ലേ ഇവിടൊക്കെ വീട് പണിയുന്നത്. പിന്നെ ആൻഡപ്പൻ അലീനയെ അവിടെ നിന്ന് വീടിന്റെ ചുറ്റുപാടും കുളവും മറ്റും കാണിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലം മുഴുവൻ കണ്ടിട്ട് അലീന ചോദിക്കുന്നു, പ്ലാന്റർ ആണെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് തോട്ടം എവിടെ? മറുപടി ആൻഡപ്പൻ, അത് റബ്ബർ തോട്ടാ, പക്ഷെ ഇവിടെയല്ല, ഇവിടുന്ന് കുറച്ചധികം പോകാൻ തന്നെയുണ്ട്. അവിടേക്ക് പോണെങ്കിൽ കേണൽ സഭ കൊണ്ടുപോയിക്കോളൂ. അവിടെ സ്ഥലമൊക്കെ എത്ര വരുമെന്ന് അലീന ചോദിക്കുമ്പോൾ റബ്ബർ തോട്ടം ഏകദേശം 150 ഏക്കറോളം വരും. ഈ വീടും പരിസരവുമാകട്ടെ 3 ഏക്കറും. ഇത് കേൾക്കുന്ന അലീന, ഒരാൾക്ക് താമസിക്കാൻ വേണ്ടി ഇത്രയും വലിയ സ്ഥലമോ? വലിയ മനുഷ്യനല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്നാണ് ആൻഡപ്പൻ പറയുന്നത്. ഇതേ സമയം തന്നെ ബാലചന്ദ്രന്റെ ലാപ്ടോപ്പ് എടുത്ത് വൈജയന്തി കൃഷ്ണയ്ക്കും അഭിതയ്ക്കും നേരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, 12.5 പവന്റെ സ്വർണം, 17,000 രൂപയുടെ പുതിയ ഡ്രസ്സ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി സംശയമൊന്നുമില്ലേ എന്നാണ് വൈജ ചോദിക്കുന്നത്. എന്തിനു സംശയിക്കണം, അലീന ചേച്ചി അതല്ല അണിയിച്ച് ഇവിടുന്ന് ഒരുക്കി വിട്ടത് പോലും ഞങ്ങളാണെന്ന് കേൾക്കുമ്പോൾ വൈജയ്ക്ക് ഒരടി കിട്ടിയ പോലെയാകുന്നു. അലൻ ഇത്രയും സ്വർണം കൊടുത്തത് ശരിയായെന്ന് രോഹിത്തിനോട് ചോദിക്കുമ്പോൾ അത് തെറ്റിപ്പോയി, 12.5 പവനല്ലേ ഉള്ളൂ, തികച്ച് 15 പവൻ കൊടുക്കണമായിരുന്നു എന്നാണ് രോഹിതൻ പറയുന്നത്. തന്നെ എല്ലാവരും ചേർന്ന് കളിയാക്കുന്നതിൽ വൈജയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. മനുവിനോടും വൈജ ചോദിക്കുന്നു, ഈ ചെയ്തതൊക്കെ ശരിയാണെന്നാണോ നിന്റെ അഭിപ്രായം? ഒരു കല്യാണമൊക്കെ നടത്തണമെങ്കിൽ മിനിമം ഒരു 50-55 പവനെങ്കിലും വേണ്ടേ? അങ്ങനെ നോക്കുമ്പോൾ ഇത് കുറഞ്ഞു പോയില്ലേ എന്ന് മനു ചോദിക്കുന്നു. അനിയുടെ മകൾക്ക് കൊടുത്താന്ന് കരുതിക്കൂടെ എന്നാണ് മനു പിന്നീട് ചോദിക്കുന്നത്. ഞാൻ എന്തിനാ വല്ലയിടത്തുനിന്ന് കയറി വന്ന അവൾക്ക് വേണ്ടി അങ്ങനൊക്കെ വിചാരിക്കാൻ പോകുന്നത്? അങ്ങനെ കൊടുക്കാനാണെങ്കിൽ ഈ ലോകത്ത് എത്രയോ പെണ്ണുങ്ങളുണ്ട്, അവർക്കെല്ലാം വാരിക്കോരി കൊടുക്കണമെന്നാണ് വൈജ ചോദിക്കുന്നത്. മനു വൈജയോടെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അങ്കിൾ അതൊക്കെ കൊടുക്കാൻ കാര്യം തന്നെ അലീനയെ വീട്ടിലേക്ക് ചെയ്ത സേവനങ്ങളെല്ലാം ഓർത്തിട്ടായിരിക്കും. ഇത് കേൾക്കുന്ന വൈജ, ഇതിനു മാത്രം എന്ത് സേവനമാണ് അവൾ ചെയ്തത്? ഇതിനു മുമ്പ് ഇവിടെ നിന്ന് എത്രയോ ജോലിക്കാർ പോയിട്ടുണ്ടായിരുന്നോ? അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? പിന്നെ ഇവൾക്ക് മാത്രം ഇങ്ങനെ കൊടുത്തിട്ട് കൊടുക്കാനായിട്ട് എന്ത് സേവനം ഇവൾ ചെയ്തത്? അതാ എനിക്ക് അറിയേണ്ടതെന്ന് വൈജ കടുപ്പിച്ച് പറയുന്നു. ഇത് കേൾക്കുന്ന മനുശങ്കർ, അപ്പോൾ അങ്കിളിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടെന്നപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതോ? അത് കേൾക്കുന്ന വൈജ വിട്ടുകൊടുക്കാൻ സമ്മതിക്കാതെ ആംബുലൻസ് വന്നല്ലേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. മനു ആകട്ടെ മറ്റൊരു കാര്യം ഇപ്പോൾ പറയുന്നു, രോഹിത്തിനെതിരെ പോലീസിന് കേസ് കൊടുക്കാതെ രക്ഷിച്ചതോ?
വൈജയാകട്ടെ മറുപടിയായി വയറ്റിൽ കത്തി കുത്തിക്കയറ്റാന് അവളോടാര് പറഞ്ഞു? പോരാതിന് അവൾ എന്തിനാ ഇവന്റെ റൂമിലേക്ക് പോയത്? ഇതെല്ലാം കേട്ട് നിന്ന ബബിത ഇപ്പോൾ ഒന്ന് ചോദിക്കുന്നു. അപ്പോ ശരണ്യയുടെ അടുത്ത് ചെന്ന് സംസാരിച്ച് രോഹിതിനെ രക്ഷപ്പെടുത്തിയതോ? മറുപടിയെ വൈജ, അത് രോഹിത് തെറ്റൊന്നും ചെയ്യാത്തതുകൊണ്ടല്ലേ? ഇത്രയും നേരം ഒന്നും പറയാതെ പിടിച്ചു നിന്നിട്ട് കൃഷ്ണ വൈജയോടായി പറയുന്നു, ഇനിയെങ്കിലും അമ്മ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് സ്വയം വില കളയല്ലേ? വൈജയാകട്ടെ വീണ്ടും അവരോട് തട്ടിക്കയറുന്നു. എന്റെ വില ആരും കളയാൻ നിൽക്കണ്ട, എന്റെ വില നിശ്ചയിക്കുന്നത് തന്നെ ഞാനാണ്. വീണ്ടും ആ സ്വർണത്തിന്റെ ഡ്രസ്സിന്റെ കണക്ക് തന്നെയാണ് വൈജ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്തിന് ഇത്രയും രൂപ അവൾക്ക് വേണ്ടി ചെലവിട്ടത്? അതെനിക്ക് അറിഞ്ഞേ മതിയാവൂ. അങ്ങനെ ചെയ്യാൻ വേണ്ടി അവർ തമ്മിലുള്ള ബന്ധം എന്താണ്? ഒക്കെയായാലും ബാലം വരുമ്പോ ഇതിനെപ്പറ്റി ഞാൻ ചോദിക്കുമെന്ന് വൈജ പറയുന്നു. മറുപടിയെ മനു, ആന്റി എന്തായാലും ചോദിക്ക്, എന്നിട്ട് കിട്ടുന്നതും കൂടെ മേടിച്ചു വെക്ക്. അലീനെ പറ്റി വീണ്ടും മോശമായി ഓരോന്ന് പറയുമ്പോ കേട്ടു നിൽക്കാൻ വയ്യാതെ മനു അവിടെ നിന്ന് പോവുകയാണെന്ന് പറയുന്നു. മനു വീട്ടിൽ നിന്ന് ഇറങ്ങിയ പാടെ കൃഷ്ണയും ബബിതയും രോഹിതും അവരവരുടെ റൂമിലേക്ക് പോന്നു. ഇതുകൂടി കണ്ടപ്പോഴാ വൈജി ഒരു കാര്യം മനസ്സിലാക്കുന്നത്. താനീ വീട്ടില് തികച്ചും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ റൂമിലെത്തിയ ശേഷം രോഹിത് ആവട്ടെ രേവതിയെ കോൾ ചെയ്യുന്നു. നീ ഇപ്പോ എന്തെടുക്കുകയാണ്, ഇപ്പൊ എവിടെയാണെന്ന് ചോദിക്കുന്നു. മറുപടിയെ രേവതി, ഞാനിപ്പോ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടെന്ന് പറയുമ്പോ രോഹിത് തമാശ എന്നോണം ചോദിക്കുന്നുണ്ട്. നീ എന്താ കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടി അവിടെ തന്നെ നിൽക്കുകയാണോ? രേവതി തിരിച്ചും മറുപടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞാൽ ഞാനും വല്ലതൊക്കെ പറയുവേ. രോഹിത് ഇപ്പോൾ പതിസ്വരത്തില് ഒരു കാര്യം പറയുന്നു. ഞാനിപ്പോൾ വിളിച്ചത് തന്നെ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അലീന ചേച്ചി ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ വിളിച്ചറിയിക്കണമെന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇത് കേൾക്കുന്ന രേവതി, അതിന് അലീന ചേച്ചി അവിടെ നിന്ന് പോയോ? പക്ഷെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഒരു യാത്ര പോലും എന്നോട് പറഞ്ഞില്ല. മറുപടി രോഹിത്, അച്ഛനും അലീന ചേച്ചിയും കൂടി ആ വഴി വരാനിരുന്ന പിന്നെ ലേറ്റ് ആയോണ്ടാ നിങ്ങളുടെ വീട്ടിൽ കയറാഞ്ഞത്. അങ്ങനെയെങ്കിൽ തന്നെ അവിടെ ചെന്നിട്ട് ഇത്രയും നേരമായില്ലേ, എന്നെ വിളിച്ചു പോലും ഇല്ലെന്ന് രേവതി പരാതി പറയുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും വിളിച്ചു നോക്കിയെന്നാണ് രേവതി ചോദിക്കുന്നത്. പുതിയ വീട് സ്ഥലമൊക്കെ അല്ലേ, അവിടെ ചെന്നൊന്ന് സെറ്റ് ആവട്ടെ എന്നിട്ട് വിളിക്കാമെന്ന് രോഹിത് പറയുന്നു. ഇതെല്ലാം കേട്ട ശേഷം രേവതി ചോദിക്കുന്നു, അലീന ചേച്ചി പോയതിൽ അവിടെ എല്ലാവർക്കും സന്തോഷമാണോ? മറുപടി രോഹിത്, ഞാൻ മാത്രമേ അല്പം നോർമലായിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഇപ്പോഴും വിഷമത്തിലാണെന്ന് പറയുന്നു. കളിയാക്കിക്കൊണ്ട് രേവതി ചോദിക്കുന്നുണ്ട്, വൈജയന്തിമാല തിരിച്ചെത്തിയോ? അതേന്ന് രോഹിത് പറയുമ്പോൾ, ഞാൻ മറന്നുപോയി, അത് രോഹിത്തേട്ടൻ്റെ അമ്മയാണല്ലോ, അമ്മയ്ക്കിപ്പോൾ നല്ല സന്തോഷമായി കാണുമല്ലോ എന്ന് രേവതി ചോദിക്കുമ്പോൾ, അമ്മയുടെ സാമ്രാജ്യം തിരിച്ചിട്ട് സന്തോഷത്തിലാണെന്നാണ് രോഹിത് പറയുന്നത്. രോഹിത്തിനോടായി രേവതി വീണ്ടും ചോദിക്കുന്നു, രോഹിത്തേട്ടന് അലീന ചേച്ചി പോയതിൽ വിഷമമൊന്നുമില്ലേ? മറുപടിയെ രേവതിയോട്, ഞാൻ എൻ്റെ വിഷമങ്ങളൊന്നും ആരോടും പറയാറുമില്ല, ആരെയും കാണിക്കാറുമില്ല. എങ്കിൽ എന്നോട് പറഞ്ഞു ഞാൻ ആരോടും പറയില്ല എന്ന് രേവതി പറയുമ്പോൾ, ഞാൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരോട് മാത്രമേ എന്തെങ്കിലും കാര്യം പറയാറുള്ളൂ എന്ന് രോഹിത്. ഇത് കേൾക്കുന്ന രേവതി, എന്നെ വിശ്വസിക്കാം, കാരണം അലീന ചേച്ചിക്ക് പോലും എന്നെ വിശ്വാസമാണ്. അലീന ചേച്ചിയുടെ പോലും എത്ര രഹസ്യങ്ങളാ ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നതെന്നറിയോ? എന്ത് രഹസ്യം, ആരുടെ രഹസ്യം എന്നാണ് രോഹിത് ചോദിക്കുന്നത്. മറുപടി രേവതി, നിങ്ങളുടെ വീടിനെയും വീട്ടുകാരെയും ചുറ്റിപ്പറ്റി പല രഹസ്യങ്ങളുണ്ടെന്ന് പറയുന്നു. എങ്കിൽ അതിലൊരെണ്ണം പറയാനായിട്ട് രോഹിത് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഇപ്പം ഞാൻ പറയുന്നില്ല, എന്നാൽ ഞാൻ ഫോൺ കട്ട് ചെയ്യാന്ന് പറഞ്ഞ് വേഗം തന്നെ രേവതി ആ കോൾ എന്ത് ചെയ്യുന്നു. ഇന്നേ ദിവസം രാത്രിയിൽ സ്റ്റാൻലിയുടെ അടുക്കളയിൽ തകർത്തിയായിട്ടുള്ള പാചകം നടക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് അലീനയും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അലീനയെ കണ്ടപാടെ പൗലോസ് ചോദിക്കുന്നുണ്ട്, മോളെന്താ ഇങ്ങോട്ടേക്ക് വന്നത്, എന്തെങ്കിലും കഴിക്കാൻ വേണോ? പൊതുവെ അടുക്കളയിലോട്ട് ആരും വരാറില്ല, എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ നിന്ന് ഓർഡർ ചെയ്യും കേണൽ സാബ്. ഭക്ഷണം കഴിക്കുന്നതിനും എല്ലാത്തിനും ഓരോ ചിട്ടയും സമയമുണ്ട്, ആ സമയത്ത് കൃത്യം ടേബിളിൽ എത്തിച്ചു കൊടുത്താൽ മതിയെന്നും അയാൾ കൂട്ടിച്ചേർക്കുന്നു. ഇതായി ഗസ്റ്റ് വല്ലതും വന്നാൽ എന്ത് ചെയ്യുമെന്നാണ് അലീന ചോദിക്കുന്നത്. മറുപടിയായ അയാള്, അങ്ങനെ ആരും തന്നെ വരാനില്ല, നീ അഥവാ അങ്ങനെ ആരെങ്കിലും വരണമെങ്കിൽ തന്നെ അത് കേണൽ സാബ് നേരത്തെ പറയും, അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചിരുന്നാൽ മതിയെന്നും അയാൾ പറയുന്നു. ഇനി അഥവാ കാര്യങ്ങൾ കൃത്യമായിട്ടല്ലെങ്കിലും വലിയ പ്രശ്നമാകുമെന്നും അയാൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന അലീന, കേണൽ സാബ് വളരെ കർക്കശക്കാരനാണോ എന്ന് ചോദിക്കുന്നു. അതേന്ന് അയാൾ പറയുന്നുണ്ട്. കുഞ്ഞ് ഇതിനു മുമ്പ് എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ, ഞാൻ പാലായിലെ ഒരു വീട്ടിലായിരുന്നു എന്നാണ് അലീന പറയുന്നത്. അവിടെയാണോ സ്വന്തം സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ, സ്വന്തം സ്ഥലം എന്നൊന്നും അതിനെ പറയാൻ പറ്റില്ല, ഞാൻ മുമ്പ് ഒരു ഓർഫനേജിലായിരുന്നു എന്നും അലീന കൂട്ടിച്ചേർക്കുന്നു. ഇത് കേൾക്കുന്ന പൗലോസ്, ഈ പറഞ്ഞ ഓർഫനേജ് പാലായിലാണോ എന്ന് ചോദിക്കുന്നു. മറുപടി അലീന, അല്ല, അത് തിരുവനന്തപുരത്താണെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ പാലായിൽ എങ്ങനെ വന്നു എന്ന് അയാൾ ചോദിക്കുമ്പോൾ, അവിടെ ഒരു വീട്ടിലായിരുന്നു ജോലി എന്നാണ് അലീന പറയുന്നത്. അങ്ങനെയെങ്കിൽ അന്ന് കൂടെ വന്ന ആരാന്നും കൂടി പൗലോസ് ചോദിക്കുന്നുണ്ട്. മറുപടി അലീന, അതെന്റെ അച്ഛനാണെന്ന് പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.